കോപ്പ അമേരിക്ക ഫൈനലിന്റെ വിശേഷങ്ങളിലേക്ക് പോവുകയാണ്. മലപ്പുറത്ത് നിന്ന് മനു മാടപ്പാട്ട് ഇപ്പോൾ ചേരുന്നുണ്ട്. ഒരു പറ്റം അർജന്റീന ആരാധകർക്ക് നടുവിൽ നിന്ന്. എവിടെ മനു? എവിടെ? യെസ്, ഗോൾ രഹിതമായ ആദ്യ പകുതി. അർജന്റീന ആരാധകരുടെ മുഖത്ത് ഒരു വിഷമമൊക്കെയും കാണാനാകുന്നുണ്ടോ മനു? കവ്യ, ഗോൾ രഹിതമായ ആദ്യ പകുതി ചെറിയൊരു നിരാശ ആരാധകർക്ക് സമ്മാനിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇതൊന്നൊരു വിഷയമേ അല്ല. സെക്കൻഡ് ഹാഫിൽ തിരിച്ചു വരുമെന്ന വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവരുടെ മുൻപിലുള്ളത്. പക്ഷേ ആദ്യ പകുതി ചില സൂചനകൾ കൊളംബിയ തരുന്നുണ്ട്. അങ്ങനെ അത്ര എളുപ്പം എഴുതി തള്ളാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. കൊളംബിയ അർജന്റീനയുടെ ബോക്സിൽ നിരന്തരം കയറി ഇറങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. ചില ഷോട്ടുകളൊക്കെ ആ ലീമയുടെ ഷോട്ടൊക്കെ ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് പുറത്തേക്ക് പോയത്. അതൊക്കെ വലിയ ചങ്കിടിപ്പുണ്ടാക്കി ആരാധകർക്ക്. എന്തായാലും പക്ഷേ അവർ ആത്മവിശ്വാസം കൈവിട്ടിട്ടില്ല. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. നമുക്ക് ചോദിച്ചറിയാം, എന്താ ഏറ്റവും മുതിർന്ന ആളുകൾ മുതൽ ഏറ്റവും ചെറുപ്പക്കാരായ ആളുകൾ വരെയുണ്ട്. എന്താണ് ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ തോന്നുന്നത്? കളി കുറച്ച് കുഴപ്പമില്ല, എന്നാലും കുറഞ്ഞ മോശം തന്നെയാണ്. എങ്കിലും സെക്കൻഡ് ഹാഫിൽ ഞങ്ങൾ കൊളംബിയ അത്ര മോശക്കാരല്ല. നമ്മൾ പ്രതീക്ഷ അപ്പുറത്തോട്ട് കളിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഞങ്ങൾ ജയിക്കുന്നുള്ള ഞങ്ങൾക്ക് ഉറപ്പ് തന്നെയാണ്. കൊളംബിയ ഫൗൾ കളിക്കണ്ടായിരുന്നു. മെസ്സിനെ നല്ലൊരു ചവിട്ടി ചവിട്ടിയിട്ടുണ്ട്. അതുമാതിരി നല്ലൊരു ചവിട്ടി ചവിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പം പോകുന്നത്. ഏതായാലും സെക്കൻഡ് ഹാഫിൽ ഞങ്ങൾ ജയിക്കുന്നുള്ള ഞങ്ങൾക്ക് ഉറപ്പാണ്. കളി ഒന്ന് മാറ്റി. തൃശ്ശൂരോ സെക്കൻഡ് ഹാഫിൽ തിരിച്ചു വരാനാണ് നമ്മൾ ബാക്കിലൊന്നല്ലല്ലോ. അപ്പം എന്താ വെച്ചാൽ കുറച്ച് ഫിസിക്കലായിട്ടുണ്ട് ഗെയിം. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ കാണുന്നുണ്ട്. സെൻട്രലിൽ വേണ്ടത്തൊരു ആധിപത്യം നമുക്ക് കിട്ടുന്നില്ല. ചിലപ്പോൾ എൻസോക്ക് പകരം പാരഡൈസോ അവരാരും വരുന്നതോട് കൂടി ചിലപ്പോൾ ഒരു മാറ്റങ്ങൾ വന്നാൽ മാറ്റം വരാവുന്നേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും ഈ കഴിഞ്ഞ കളികളുടെ ആത്മവിശ്വാസം എന്തോ ഒരു കുറവുണ്ടോ, ഒരു ചെറിയ പ്രശ്നമുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, സെൻട്രലിൽ ചെറിയൊരു ക്വാളിറ്റി നമ്മൾ കാണുന്നത്. അത് നമ്മൾ ഇക്വഡോറിനുള്ള കളിയിലും കണ്ടിരുന്നു. മധ്യനിരയിൽ നമുക്ക് വേണ്ടത്തൊരു ആധിപത്യം വേൾഡ് കപ്പിൽ ആ ഒരു ഫോം നമ്മളെ മധ്യയിലെ എൻസോ ആണെങ്കിലും മാക്കലിസ്റ്റർ ആണെങ്കിലും കിട്ടുന്നില്ല. അതിൽ ചെറിയൊരു മാറ്റങ്ങൾ വന്നാൽ സ്വാഭാവികമായിട്ട് മാറ്റം വരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ പ്രായത്തിലുള്ള ആരാധകർ, കുട്ടി ആരാധകർ ഇവിടെ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്ന കളി? ഇഷ്ടപ്പെട്ടാ? ജയിക്കോ? മെസ്സി ഗോൾ അടിക്കോ? ഷുറാണോ? കൊളംബിയക്കാര് പ്രശ്നം ഉഷാറാണ്. അങ്ങോട്ട് മഴ ആയതുകൊണ്ടാണ് തണുത്തിരിക്കുന്നത്. സ്കൂളൊന്നും അതെ, അടിച്ചു കയറി വാ. ശരി, അപ്പൊ എങ്ങനെയുണ്ടായിരുന്ന കളി? ഇഷ്ടപ്പെട്ടോ? പ്രതീക്ഷ എത്ര വന്നോ? വന്നു. ഇതായിരുന്നു പ്രതീക്ഷ? അപ്പോ ഇതല്ല പ്രതീക്ഷ. അപ്പൊ ബ്രസീൽ ആരാധകർക്ക് എന്താ പറയാനുള്ളത്? ബ്രസീൽ ഇപ്പൊ കളിക്കണ ഇപ്പോഴത്തെ ടൈം കണ്ടിട്ട് അർജന്റീനന്റെ മോശം ഫോമാണ് ഇപ്പൊ കളിച്ച ഫോമിൽ മുഴുവൻ കൊളംബിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ ഈ ഫോം പോവുകയാണെങ്കിൽ കൊളംബിയ ലീഡാവും. ലോക ചാമ്പ്യന്മാര് ഇങ്ങനെ അടിച്ചോ? ഇത് അടിപൊളിയാണ്. ഇതാണ് ഇതിന്റെ ഒരു രസകരമായ കാഴ്ച എന്ന് പറയുന്നത്. ഇതൊക്കെ ഇവിടെ സ്വാഭാവികമാണ്. ഇതൊക്കെ സ്വാഭാവികമായ കാഴ്ചകളാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് ഫസ്റ്റ്? 2-1 ജയിക്കും. കൊളംബിയ കുറച്ച് ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഫിസിക്കൽ ഗെയിമാണല്ലേ? 2-1 ഉറപ്പാ ജയിക്കും. കളി മാറ്റും. അപ്പൊ അത് തന്നെയാണ്, ഇതാണ് ഇതിന്റെ ഒരു ആവേശം എന്ന് പറയുന്നത്. ഈ ബഹളവും ഇതൊന്നും ഇല്ലെങ്കിൽ ഈ കളി ഒരു രസം ഉണ്ടാകില്ല. അപ്പോൾ ഇതാ ഞാനിവിടെ സംസാരിക്കുമ്പോഴും തർക്കം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രസീലുകാരും അർജന്റീനക്കാരും തമ്മിലാണ് ഇപ്പോൾ കളി. അർജന്റീന ചെറുതായിട്ടൊന്ന് മങ്ങിയപ്പോൾ ബ്രസീലുകാരൊക്കെ ആവേശത്തോടെ പുറത്തിറങ്ങിയ കാഴ്ചയാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഏതായാലും മലപ്പുറത്തിന്റെ ഈ ഫുട്ബോൾ സ്നേഹവും ഫുട്ബോൾ ഭ്രാന്തും തന്നെയാണ് അവരെ വേറിട്ട് നിർത്തുന്നത്. കളി സെക്കൻഡ് ഹാഫിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് കാത്തിരിക്കാം കാവ്യ, എന്താണ് സെക്കൻഡ് ഹാഫിൽ സംഭവിക്കുന്നതെന്ന്. കാവ്യ മനുവിന് കേൾക്കാൻ കഴിയുന്നില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞത് മൈക്കൊന്ന് അവരിലേക്ക് വെച്ചോളൂ. എന്താണ് അവർ പറയുന്നതെന്നോ അവരുടെ വെല്ലുവിളി എന്ന് നമുക്കും ഒന്ന് കേട്ട് കൂടുതൽ ആവേശത്തിലേക്ക് എത്താമല്ലോ എന്നാണ്. അല്ല, അതിനിടയ്ക്ക് മൈക്ക് വയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മൈക്കൊക്കെ എടുത്ത് എറിഞ്ഞു കളയും. അടിയിട്ടുന്നാണോ? എല്ലാരും നിക്കണം. അങ്ങനെ ആവുമ്പോ ഗെയിമല്ലല്ലോ. അല്ല, അങ്ങനെ ആവുമ്പോ ഗെയിമല്ല. മനസ്സിലായില്ലേ? ഗെയിം ആണെന്നുണ്ടെങ്കിൽ അർജന്റീന തോൽക്കണം എന്നാണ് ഓല ആഗ്രഹം. അർജന്റീന അർജന്റീനക്ക് എതിരെ നിൽക്കുമ്പോ ഇവരെ പ്രത്യേകത എന്താ അറിയോ? അർജന്റീനക്ക് എതിരെ നടക്കുന്ന ഏതൊരു ടീം അവരുടെ ടീമായിട്ട് പ്രഖ്യാപിക്കും. VS പറഞ്ഞ പോലെ അതാണ് ഫുട്ബോൾ മുന്നണിയാണ്.
എല്ലാരും വരട്ടെ സാമ്പാർ പല കഷ്ടങ്ങൾ ചേർന്നാണ് സാമ്പാർ. നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ? വേൾഡ് കപ്പിൽ വാങ്ങിച്ച ചൂടുകളുണ്ട് എടുത്തു പോലും പോയിക്കോട്ടെ. അന്ന് ഞങ്ങൾ തോൽക്കും പറഞ്ഞ ആൾക്കാരെ പോലെ പക്ഷെ വേറെ കാര്യം കേട്ടോ, ഈ ബഹളമൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും വലിയ സൗഹൃദത്തിൽ തന്നെയാണ്. അപ്പോ കളി ഇനിയിപ്പോ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. കൂടുതൽ ചൂട് പിടിക്കും. കാവ്യ, ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇത് കളിയുടെ ഒരു സ്പിരിറ്റ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. നമ്മൾ ആ ആവേശത്തിനൊപ്പം ഇങ്ങനെ കുറച്ചുകൂടി ഒരു എനർജി നമുക്കും കൂടെ കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ മനുവിന്റെ അടുത്ത് പറഞ്ഞത്. ആ മൈക്കൊന്ന് അവരിലേക്ക് കൊടുക്കും, എന്താണ് അവർ പറയുന്നത് നമുക്ക് കേൾക്കാമല്ലോ. സെക്കൻഡ് ഹാഫിലേക്കൊക്കെ കളി പോകാനായിട്ടുണ്ട്.